അമേരിക്കൻ സൈന്യത്തിന്റെ നാവികസേനയുടെ ബോട്ടുകൾ വളഞ്ഞു കഴിഞ്ഞു. ആ പേടകത്തെ കരയ്ക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യമാണ് നടക്കുന്നത്. 4 യാത്രികരും സുരക്ഷിതരാണ് എന്നുള്ളതാണ് നാസ അറിയിക്കുന്നത്. ചരിത്ര നിമിഷത്തിനാണ് ലോകം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. 17 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം, ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ കടലിൽ പതിച്ചിരിക്കുകയാണ് ഡ്രാഗൺ ക്രൂ പേടകം. 9 മാസം നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഫ്ലോറിഡയ്ക്കടുത്ത് ഇതാ പേടകം കടലിൽ സുരക്ഷിതമായി പതിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ആ 4 പാരച്യൂട്ടുകളിൽ വളരെ സാവകാശം പറന്നിറങ്ങുകയായിരുന്നു. സൂര്യപ്രകാശം അവിടെ നിന്നും പ്രവഹിക്കുന്നതിനനുസരിച്ച് വേഗം കുറച്ചുകൊണ്ട് വളരെ സാവധാനം ഡ്രാഗൺ ക്രൂ പേടകം കടലിൽ പതിക്കുന്ന ദൃശ്യങ്ങൾ, ചരിത്ര നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത്. സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരാണ് ആ 4 പേരുമാണ് അവിടെയുള്ളത്. ഇതിൽ കമാൻഡർ നിക് ഹേഗുമായി ഇപ്പോഴും നാസ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. 4 പേരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് തന്നെയാണ് നിക് ഹേഗ് കൺട്രോൾ സ്റ്റേഷനെ അറിയിക്കുന്നത്. വിണ്ണை താണ്ടി മണ്ണിലിതാ അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ നിയന്ത്രണം അമേരിക്കൻ നാവികസേന ഏറ്റെടുത്തു കഴിഞ്ഞു. പേടകം കരയ്ക്ക് അടുപ്പിക്കുന്നതിനുള്ള ദൗത്യമാണ്. ഏതാനും നിമിഷങ്ങൾക്കും തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ കരയ്ക്ക് എത്തിക്കാനാവും പേടകം എന്നാണ് അറിയിക്കുന്നത്.